ഇപ്പോൾ 2 സ്ഥലത്തൊരാൾ മത്സരിക്കുമ്പോൾ ഒരു മണ്ഡലം ഒഴിവാക്കണം എന്നുള്ള നിർബന്ധമാണ്. 2 മണ്ഡലത്തിലെയും ആൾക്കാർക്ക് സംശയമുണ്ടാകും ഏത് മണ്ഡലമാണ് ഒഴിവാക്കപ്പെടുക എന്നുള്ളത്. അങ്ങനൊരു സംശയത്തിൻ്റെ മുന്നിൽ നിർത്തേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തിലെങ്ങനെ, കേരളത്തിൽ അങ്ങനെ 2 മത്സരത്തിൽ മാത്രമേ ഉള്ളൂ. കരുണാകരൻ മാത്രമേ അങ്ങനെ വേറെ രാഷ്ട്രീയ കാലമായിരുന്നു. അതൊരു സാഹചര്യം. അത് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം 2 മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഓരോ മണ്ഡലവും അത് അദ്ദേഹത്തെ ജയിപ്പിക്കണമെന്ന് ആഗ്രഹമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. പക്ഷേ കരുണാകരൻ മണ്ഡലത്തിൽ പിന്നെ ആരങ്ങനെ മത്സരിച്ചില്ല. കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ അത്തരം മത്സരത്തെ ആരോഗ്യകരമായിട്ടല്ല വോട്ടർമാർ കാണുക. ഒരു ബാഡ് സിഗ്നലായിട്ടാണ് ആളുകൾ കാണുന്നത്. അതായത് വേറൊരു സ്ഥാനാർത്ഥി കൂടി വരികയാണെങ്കിൽ അദ്ദേഹം സമാഹരിക്കുന്ന വോട്ടുകൾ, അദ്ദേഹം ഉണ്ടാക്കുന്ന കോൺടാക്ട്സ്, അദ്ദേഹം ഉണ്ടാക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പാർട്ടിക്ക് ലോങ് ടൈമിൽ ഗുണകരമായിത്തീരുമായിരുന്നു. തീർച്ചയായിട്ടും സംശയമില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അന്നത്തെ പ്രസിഡന്റ് സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും കോന്നിയിലും മത്സരിച്ചു. സത്യത്തിലത് സുരേന്ദ്രൻ്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സുരേന്ദ്രൻ്റെ വ്യക്തിപരമായ അതിനെതിരായിരുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ അഭിപ്രായം പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞതാണ്. സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിലത് ഗുണകരമല്ല. പക്ഷേ പാർട്ടി കേന്ദ്ര നേതൃത്വം അങ്ങനെ തീരുമാനിച്ചപ്പോൾ അനുസരിക്കാൻ അദ്ദേഹം നിർബന്ധനായത്. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മാത്രമായിരുന്നു മത്സരിച്ചെങ്കിൽ ജയിക്കുമായിരുന്നു.